ഹലോ എവ്രിവൺ. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് വെക്കേഷന് പോവുകയാണ്. ദസറയുടെ ഒരു 10 ദിവസത്തെ വെക്കേഷൻ ഉണ്ട്. അപ്പോൾ അതിന് ഞങ്ങൾ പോവാ. ഇവിടെ ഒരാളെ കണ്ടോ? ഇവിടെ നോക്ക്. ഇതാണ് ഞങ്ങളുടെ സ്റ്റൈൽ വെൽക്കം ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് എവരിവൺ. ഞങ്ങൾ ഇന്നലെ ഇവിടെ കരൂർ വന്ന് സ്റ്റേ ചെയ്തു. ഞങ്ങൾ ഇന്നലെ ഒരു 9 o'clock ആയി ഇവിടെ എത്തിയപ്പോൾ. അപ്പം അത് കഴിഞ്ഞിട്ട് വീഡിയോ ഒന്നും എടുക്കാനുള്ള ഒരു ആരോഗ്യമില്ലായിരുന്നു. ഇത് ഞങ്ങൾ സ്ഥിരം താമസിക്കുന്ന ഒരു ഹോട്ടലാണ്. സ്ഥിരം ഞങ്ങൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ മിക്കവാറും താമസിക്കുന്നതാണ്. ഞാൻ എൻ്റെ പുറത്ത് കാണിക്കാം. ഇവിടെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇവിടേക്ക് അറിയാം ആൾക്കാരെ, പിന്നെ സിറ്റിയുടെ അകത്താണ്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും സൗകര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മിക്കവാറും വരുമ്പം ഈ വണ്ടിയിലൊക്കെ മുഴുവൻ സാധനങ്ങളായിരിക്കുമല്ലോ. അപ്പോൾ ഒരു പ്രോപ്പർ പാർക്കിംഗ് സ്പേസ് ഇല്ലെങ്കിൽ അതൊരു ഇച്ചിരി പ്രശ്നമാണ്. അപ്പോൾ ഞങ്ങൾ ഇതാകുമ്പോൾ നല്ല സ്പേസ് ഉണ്ട്. ഞങ്ങൾ അതുകൊണ്ട് മിക്കവാറും കരൂർ സൈഡിലാണെങ്കിൽ ഞങ്ങൾ ഇവിടെ ആയിരിക്കും എപ്പോഴും സ്റ്റേ ചെയ്യാറുള്ളത്. അപ്പം രാവിലെ എല്ലാം എഴുന്നേറ്റു. ഇനിയിപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇവിടുന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനാണ് പ്ലാന്. ഇതാണ് ഞങ്ങൾ ഇന്നലെ താമസിച്ച റൂം. ഇവിടെ എല്ലാവരും രാവിലെ എഴുന്നേറ്റിട്ട് പിള്ളേരൊക്കെ റെഡിയാവുന്നു. ഇവിടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നല്ല സ്പേഷ്യസ് റൂമാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു എക്സ്ട്രാ ബെഡും കൂടിയുണ്ട്. അപ്പം ജോയാനും ഇവിടെ കിടക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങളുടെ പാക്കിംഗ് എല്ലാം റെഡിയായി പൂർത്തിയായി. ഇനിയിപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഫൈനൽ ഒരു ചെക്കാണ് എല്ലാം എടുത്തോ ഇല്ലയോ എന്നുള്ളത്. പിള്ളേരെല്ലാം ഫുൾ എക്സൈറ്റഡ് ആയിട്ട് വെളിയിലിറങ്ങി നിൽക്കുവാണ്. നമുക്ക് എങ്ങനെയും ഒന്ന് പോയാൽ മതി, അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പം ഞങ്ങൾ ഇറങ്ങട്ടെ. ഇപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു. ഇതൊക്കെയാണ് നമ്മുടെ സംഭവങ്ങൾ. നമ്മൾ നേരത്തെ കാണിച്ചായിരുന്നല്ലോ എന്തൊക്കെയാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇവിടെ കഴിക്കുകയാണ്. കുഞ്ഞിൻ്റെ ദോശ ഇതുവരെ വന്നിട്ടില്ല, അതുകൊണ്ട് കുഞ്ഞ് ഇതുവരെ കഴിക്കാൻ തുടങ്ങിയില്ല. നമ്മളൊക്കെ കഴിച്ചു തുടങ്ങി. കുച്ചു ഹായ് പറ. ഇപ്പോഴേ കണ്ണാടി കൊച്ചു റെഡി ആയിട്ടിരിക്കുകയാണ്. ട്രിപ്പ് പോയത്. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ കോഫി കുടിക്കുന്ന ഇതിലാണ്. സ്മിതയും ജുവാനും കോഫി എടുത്തു. ഞാനാണെങ്കിൽ ഒരു ടീ എടുത്തു. ഇവിടെ ആക്ച്വലി നമ്മുടെ ഇഡലിയും ഞാൻ മുമ്പേ കാണിച്ചതിന് ശേഷം അവർ ദോശ ചോദിച്ചപ്പോൾ ദോശയും കൂടി തന്നു. ഇവിടെ പുറത്താണെങ്കിൽ കുറച്ച് ബേർഡ്സ് ഒക്കെ ഉണ്ട്. അത് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് പണ്ട് ഞങ്ങൾ ഈ കോവിഡ് ടൈമിലൊക്കെ ഇവിടെ വന്ന് ട്രാവൽ ചെയ്യുമ്പോൾ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഇവിടെ കുറേ വാർത്തയും പിന്നെ പട്ടിയും ബാധിക്കും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും കാണുന്നില്ല. ഇപ്പം എല്ലാം നിൽക്കുന്നു. ഇപ്പം ആകില്ല ഇതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. ഇവിടെ നമുക്ക് പാർക്കിങ്ങിന് നല്ല സൗകര്യമാണ്. അതുകൊണ്ട് ഇവിടെ ഇപ്പം കവേർഡ് പാർക്കിങ് ഇതൊക്കെ എവിടെ കിട്ടുക ഇങ്ങനെ. അതുകൊണ്ട് നമ്മളിവിടെ എപ്പോഴും ഈ ഒരു ലൊക്കേഷൻ നമ്മൾ പ്രിഫർ ചെയ്യുക. വെച്ചോ സാധനം വെക്ക് വെക്ക് അല്ല നോക്കടിച്ച്. പടയിലിരിക്കുന്നതാണോ മതി? അപ്പോൾ വാട്ടർ ബോട്ടിൽ അല്ലേ വാട്ടർ ബോട്ടിൽ. ഇവിടെ ബാക്ക് സൈഡ് ഫുള്ള് ഒരു സീറ്റൊക്കെ നമ്മൾ മാറ്റിയിട്ടിട്ട് ഫുള്ള് സാധനങ്ങളാണ്. കുഞ്ചു ഇവിടെ ഇരുന്ന് ക്ലേ വെച്ചെന്തോ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഒരു കുഞ്ഞിറൊക്കെ കുഞ്ഞൊരു മൗസിനെ ഉണ്ടാക്കി. വാവ് ക്യൂട്ട് മിക്കി മൗസ്. യെസ് 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 നൈസ്. ഒരാൾക്ക് ഛർദ്ദിക്കാൻ വരുന്നുണ്ട്, അതിനാണ് സഞ്ചിയൊക്കെ കെട്ടി റെഡി ആയിട്ടിരിക്കുന്നത്. പിന്നെ മോൻ ഇവിടെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. ഹായ് ജോൻ.
is my welcome to my channel, guys. ക്ഷീണിച്ചാണെങ്കിലും പുള്ളി വെൽക്കം ഒക്കെ പറയുന്നുണ്ട് ചാനലിലേക്ക്. Hi guys. പിന്നെ കൂടി പോയി. ആക്ച്വലി നമ്മൾ ആ ഫോറസ്റ്റിൻ്റെ അകത്ത് കയറിയിട്ടില്ല, അതിൻ്റെ മുന്നോട്ട് പോകുന്ന സ്ഥലമാണ്. ഇവിടെയൊക്കെ നല്ല ഭംഗിയുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം, പണ്ട് ചെറുപ്പത്തിൽ വന്നിട്ടുണ്ട്, പക്ഷേ ഇതിപ്പം ഫസ്റ്റ് ടൈമാണ് ഞാൻ വരുന്നത്. ചെറുപ്പത്തിൽ വന്നിട്ട് അന്ന് നമുക്ക് ഓർമ്മയില്ലല്ലോ. ടൈഗറിൽ വരുന്നുണ്ട്. അയ്യോ അതെടുത്തില്ല, അതിന് ഫോറസ്റ്റ്. ഇത് ഫോറസ്റ്റ്. ആ അപ്പോൾ നമ്മളിവിടെ വന്ന് ഇറങ്ങി. ഇനി ഈ ലേക്കിൻ്റെ ഏരിയയൊക്കെ ഒന്ന് കാണാം. കുഞ്ചു വന്ന വഴിക്ക് 2-3 പ്രാവശ്യം ഛർദ്ദിക്കുകയൊക്കെ ചെയ്തു, പക്ഷേ വലിയ കുഴപ്പമില്ല, ഇപ്പോൾ ആരോഗ്യമായിട്ട് നിൽക്കുന്നു. അതോ ഈ കാണുന്നതാണ് ലേക്ക്. ആ ഇവിടെ ഫുഡ് കഴിക്കാൻ കുറേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതാ ഇവിടെ അല്ല, അവിടെ ഒരു ക്യാൻറ്റീൻ കണ്ടു അവിടെ അപ്പുറത്ത്. ഇവിടെ ഈ റെസ്റ്റോറൻറ്റ് ഇത് ആക്ച്വലി ഒരു ബോട്ടിൻ്റെ ഷേപ്പിലാണ്. നല്ല ഭംഗിയുണ്ട്. പക്ഷെ ശ്രദ്ധിച്ചോണം കേട്ടോ, എൻ്റെ മറ്റേ ലീച്ച് കയറാത്. സ്മിത, ഇത് ആക്ച്വലി നമ്മൾ വിചാരിച്ചതിനേക്കാളും നല്ല വ്യൂ ഉണ്ട് ഇവിടെ അല്ലേ? ആ ഫുള്ള് ലേക്ക് കാണാൻ പറ്റുന്നുണ്ട്. മറ്റേ ബോട്ട് ഇതിൻ്റെ അകത്ത് പോകുന്നേ ഉള്ളൂ. ആ അതവിടെ ബോട്ട്സ് ഒക്കെ പാർക്ക് ചെയ്തിരിക്കുന്നു. പക്ഷെ ബോട്ടിൻ്റെ അവിടെ ഭയങ്കര ക്യൂ ആണ്. ഈ ബോട്ട്സാ അങ്ങോട്ട് പോകുന്നത്. Can you believe at one point of time this was a forest? Wildlife photography. Oh, National Geography. ഇവർക്ക് സ്പെസിഫിക് പെർമിഷൻ കാണും. ഫോറസ്റ്റിന് അപ്രൂവൽ ഉള്ള അതാ ഫോറസ്റ്റിന്റെ ആൾക്കാർ എടുത്തോണ്ട് പോകുന്നത്. അത് പ്രൊമോഷനും കൂടെ അല്ലേ നമ്മുടെ നാടിന്റെ പ്രൊമോഷൻ. ചെറിയ ചെറിയ മഴത്തുള്ളികൾ വീഴുന്ന പോലെ തോന്നില്ലേ കണ്ണിലൊക്കെ? നല്ല കൂളാ ഇവിടെ അല്ലേ? അപ്പൊ രാത്രിയിലൊക്കെ നല്ല തണുപ്പായിരിക്കും ഇവിടെ. ഇതിനകത്തുള്ള റിസോർട്ട് താമസിക്കുന്നവർക്ക് ആ കാടിന്റെ നമുക്ക് പ്രാവശ്യം വരുമ്പം നെക്സ്റ്റ് ടൈം വരുമ്പം ഈ സീസൺ അല്ലാത്ത സമയത്ത് അപ്പം റേറ്റും കുറവായിരിക്കും. നമുക്ക് ഈ ഫോറസ്റ്റിന്റെ അകത്തുള്ള അവിടെ പോയി താമസിക്കാം. എത്ര പേരാ നോക്കി അച്ഛനും മണ്ടേ നോക്ക്. ആ ട്രീ എന്ന റൂഫ് മുകളിലൊരു ഭംഗി.
ബാ ഇതെന്താ സംഭവം? What is this? ജോൻ ഇതിൻ്റെ അകത്തുള്ള ബേർഡ്സിൻ്റെ ഒക്കെയാണ് തോന്നുന്നു ഡീറ്റെയിൽസ്. Amphibians, ഓരോരോ ഇതിനകത്തുള്ള മോത്തുകളെ കണ്ടോ? എത്ര മറ്റേ മോത്ത്സ് ഉണ്ട് ഈ ഫോറസ്റ്റില്. ഫിഷസ്, സ്നേക്സ്, റെപ്റ്റൈൽസ്. ഓ ഇവിടെ കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. ഇവരുടെ എനിക്കൊന്ന് പാക്കേജ് പോലാണെന്ന് തോന്നുന്നു. ബാംബു റാഫ്റ്റിംഗ്, ബോർഡർ ഹൈക്കിംഗ്, ടൈഗർ ട്രെയിൽ, കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതൊരു വ്യൂ പോയിൻ്റാന്ന് തോന്നുന്നു കേട്ടോ. ഇതൊരു വ്യൂ പോയിൻ്റാന്ന് തോന്നുന്നു. പിടിച്ചോളെ ജോൻ. ഇതൊരു വ്യൂ പോയിന്റ് ആണ്. ഇവിടെ നിന്നാൽ നല്ല വ്യൂ ആണ്. നമുക്ക് ഫുൾ ലേക്കിൻ്റെ ഒരു വ്യൂ കിട്ടും. പിന്നെ ബോട്ട്സ് എനിക്ക് തോന്നുന്നു കുറേ ഉള്ളിലോട്ടൊക്കെ പോകും. അപ്പോഴേ നമുക്ക് ആനിമൽസിനെയൊക്കെ കാണാൻ പറ്റുക. പുറത്തെ സൈഡിലേക്ക് ഇങ്ങനെ തിരിഞ്ഞിരിക്കണം. ഈ റെസ്റ്റോറൻറ്റ് ഇവിടെ ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പറ്റുമോ നോക്കാൻ വന്നതാണ്. പക്ഷേ ഇവിടെ സ്നാക്സ് ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളിന്നലെ ഓർത്തു വെളിയിൽ പോയി കഴിക്കാമെന്ന്. ഇതാണ് നമ്മൾ ബസ് റിട്ടേൺ ഇനി പോകാനുള്ള ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സ്ഥലം. ഒരു ബസ് വരാറായി. വരുന്നുണ്ടോ സ്മിത ബസ്? ഒരു ബസ് വന്ന് കിടപ്പുണ്ട്, അടുത്ത ബസ് വരാറായി. നമ്മുടെ ബസ് വന്നു. ഇനിയിപ്പോൾ എല്ലാവരും ബസ്സിലോട്ട് കയറുവാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ ബസ്സാണ്. പിള്ളേരെല്ലാം വന്ന് ബാക്കിലത്തെ സീറ്റിലിരുന്നു. അപ്പം നമ്മൾ ഇന്ന് ബാക്കിൽ ഇരിക്കാമെന്ന് വിചാരിച്ചു. എനിക്കൊന്നും ഈ ബസ് ഫുള്ളായിട്ടേ ആൾക്കാർ പോകത്തുള്ളായിരിക്കും. മിക്കവാറും ഫുള്ളായിട്ടേ പോകത്തുണ്ടാവില്ല അല്ലേ? ബസ്സിൻ്റെ ലാസ്റ്റ് സീറ്റിൽ കുറേ നാൾക്ക് ശേഷം ഫുഡ് കഴിക്കാൻ പോയിട്ട് ഫുഡ് കഴിക്കാതെ പിള്ളേർക്ക് നമ്മളിത് ഇവിടെ കുമളി കഴിഞ്ഞ് നമ്മൾ വണ്ടിപ്പെരിയാറിൽ ഒരു സ്ഥലത്ത് കയറി ഇപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫേവറേറ്റ് ബീഫ് ഫ്രൈ ആദ്യമേ ഓർഡർ ചെയ്തു. പിന്നൊരു മറ്റേ നമ്മുടെ പൊടിമീൻ്റെ ഫ്രൈ. കുഞ്ചു ഇവിടെ നിന്ന് കേട് കഴിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം വണ്ടിപ്പെരിയാർ കഴിഞ്ഞിട്ടാണ് ഇവിടെ വലിയൊരു വാട്ടർഫാൾ ഉണ്ട്.